Good morning. നമുക്ക് സയൻസ് ക്ലാസ്സിലോട്ട് പോവാം. നമ്മളിപ്പോൾ മുമ്പ് ഒരു ചാപ്റ്ററൊക്കെ പഠിച്ചിരിക്കുന്നത് നമ്മുടെ ബോഡി പാർട്സിനെ കുറിച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയെ കുറിച്ചൊക്കെ, അതിൻ്റെ ഉള്ളിലുള്ള ഓർഗൻസിനെ കുറിച്ചൊക്കെ, ഓർഗൻസിൽ നിന്നുണ്ടാകുന്ന സിസ്റ്റത്തെ കുറിച്ചൊക്കെ പഠിച്ചു. ഇനി ബോഡിയുമായി ബന്ധപ്പെട്ട് തന്നെ ടീത്ത് എന്നൊരു ഭാഗം ഉണ്ടല്ലോ, ആ ടീത്തിനെ കുറിച്ചുള്ളതാണ് നമ്മുടെ ന്യൂ ചാപ്റ്റർ യൂണിറ്റ് 4. എന്തൊക്കെയാണ് ടീത്ത് എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? We will learn here kinds of teeth, പലതരം പല്ലുകൾ, structure of teeth, ടീത്തിന്റെ സ്ട്രക്ചർ, ടൂത്ത് ഡീക്കേ, നമ്മുടെ പല്ലിൽ സംഭവിക്കുന്ന ഡീക്കേയിങ്, എന്തൊക്കെയാണ് അതിനുണ്ടാവുന്ന ദോഷങ്ങൾ അല്ലെങ്കിൽ പല്ലിലെ കേടുകൾ, കെയർ ഓഫ് ടീത്ത്, ആ കേടിൽ നിന്ന് അതിനെങ്ങനെ കെയർ ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. Our teeth help us to chew the food well, thus breaking it into smaller pieces so that they can be easily digested. The surface of our teeth is the hardest part of our body. It has to bear cutting and grinding of food for the whole of our life. ഓക്കെ, നമ്മുടെ ബോഡി നമ്മുടെ ഭക്ഷണം ചവച്ചരയ്ക്കുവാനും മറ്റുമൊക്കെ സഹായിക്കുന്നു. ആൻഡ് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ ആരാ സഹായിക്കുന്നത്? ഈ പല്ല് തന്നെയാണ്. സോ ദാറ്റ് ദേ ക്യാൻ ബി ഈസിലി ഡൈജസ്റ്റ്. അങ്ങനെ ചെറിയ ചെറിയ പീസാക്കി ചവച്ചരച്ചാലേ എന്തെങ്കിലും സാധിക്കൂ, ഡൈജസ്റ്റ് ആവാൻ പറ്റൂ എളുപ്പത്തിൽ. ദ സർഫസ് ഓഫ് അവർ ടീത്ത് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട്. ടീത്തിന്റെ സർഫസ് ആണ് ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് അവർ ബോഡി. ഇറ്റ് ഹാസ് ടു ബി എ കട്ടിങ് ആൻഡ് ഗ്രൈൻഡിങ് ഓഫ് ഫുഡ് ഫോർ ദ ഹോൾ ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും അവയ്ക്ക് എന്ത് ചെയ്യണം? കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കണം. എന്തിനെ കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും? ഫുഡിനെ കട്ടിങ്ങും ഗ്രൈൻഡിങ്ങും ചെയ്തുകൊണ്ടിരിക്കണം. ടീത്ത് ഗീവ് ഷേപ്പ് ടു അവർ ഫേസ് ആൻഡ് ദേ ഹെൽപ്പ് us in സ്പീക്കിംഗ് ക്ലിയർലി. നമ്മുടെ ടീത്ത് ആണ് എന്ത് തരുന്നത്? ആ ഫേസിന് ഷേപ്പ് തരുന്നത്. ആൻഡ് ദേ ഹെൽപ്പ് us in സ്പീക്കിംഗ് ക്ലിയർലി, നമ്മളെ വ്യക്തമായി സംസാരിക്കാൻ ഈ പല്ലുകൾ സഹായിക്കുന്നു. ഓക്കെ, ഏറിങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്ന് നമുക്ക് സംസാരിക്കാനുള്ള ഫ്ലോ നഷ്ടമാണ്. പകരം പല്ല് അവിടെ ഉള്ളപ്പോൾ നമുക്ക് എന്താണ് വളരെ ക്ലിയർ ആയിട്ട് സ്പീക്ക് ചെയ്യാൻ സാധിക്കും. ഡ്യൂറിങ് അവർ ലൈഫ് ടൈം വി ഹാവ് 2 sets of teeth. നമ്മുടെ ലൈഫ് ടൈമിൽ നമുക്ക് 2 set of teeth ഉണ്ടാവും. എത്ര സെറ്റ് ഓഫ് ടീത്ത് ഉണ്ടാവും? 2 set of teeth ഉണ്ടാവും. When we are about 6 months old, we begin to cut our first set of teeth. നമ്മുടെ 6 month പ്രായമുള്ള സമയത്ത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്തിന് തുടക്കം കുറിക്കും. വന്ന് തുടങ്ങും. The temporary set, അതാണ് temporary set. And by 2 years we will have our 20 milk teeth. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമുക്ക് എന്ത് സംഭവിക്കും? സെറ്റ് ഓഫ് ടീത്ത് ഉണ്ടാവും. അതിൽ 20 teeth ഉണ്ടാവും. They are called milk teeth. അവയെ എന്ത് വിളിക്കും? മിൽക്ക് teeth എന്ന് വിളിക്കും. Between the age of 6 and 12, our milk teeth is replaced by a permanent set of teeth. Finally, every adult has a set of 32 permanent teeth. Okay. Between the age of 6 and 12, our milk teeth is replaced by a permanent set of teeth. നമ്മുടെ ഏജ്, അതായത് 6നും 12നും ഇടയിൽ, അതായത് 6നും 12നും ഇടയിൽ പ്രായമുള്ള സമയത്ത് നമ്മുടെ മിൽക്ക് ടീത്ത് ഒക്കെ നമ്മളിൽ നിന്നും കൊഴിഞ്ഞു പോകും. അറിയാമല്ലോ, പല്ല് പറഞ്ഞു പോകുന്നത് അറിയാലോ. അങ്ങനെ പറഞ്ഞു പോയ പല്ലുകൾക്ക് പകരം പുതിയ പെർമനന്റ് ടീത്ത് വരും. ആ ടീത്ത് എന്തായിരിക്കും? നമ്മുടെ ഹോൾ ലൈഫിൽ ഉണ്ടാവുന്ന ടീത്താണ്. അത് പിന്നീട് പറഞ്ഞു പോയാൽ നമുക്ക് പുതിയത് വരില്ല കേട്ടോ. അതാണ് നമ്മുടെ പെർമനന്റ് ടീത്ത്. സെറ്റ് ഓഫ് ടീത്ത്. ഫൈനലി എവറി അഡൾട്ട് ഹാസ് എ സെറ്റ് ഓഫ്. അഡൾട്ടായ ഒരു മനുഷ്യന്, ഒരു പൂർണ്ണനായ മനുഷ്യന് 32 ടീത്ത് ഉണ്ടാവും എന്ന് പറയുന്നു. 32 പല്ലുകൾ ഉണ്ടാവും. ഓക്കെ, അതാണെന്ത്? പെർമനന്റ് ടീത്ത്. കൈൻഡ് ഓഫ് ടീത്തിന് എന്തൊക്കെ ടൈപ്പ് അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ടീത്ത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾ അവർ ടീത്ത് ഹാവ് സ്പെഷ്യൽ ഫങ്ഷൻസ്. നമ്മുടെ പല്ലുകൾക്ക്, എല്ലാ പല്ലുകൾക്കും സ്പെഷ്യൽ ഫങ്ഷൻസ് ആണുള്ളത്. പ്രത്യേകം ഫങ്ഷൻസ് ആണുള്ളത്. വി യൂസ് അവർ ടീത്ത് ടു കട്ട്, tear and grind food. Teeth have special shapes to do these jobs. നമ്മുടെ പല്ല് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? കട്ട് ചെയ്യാൻ ഉപയോഗിക്കും, ടിയർ ചെയ്യാൻ ഉപയോഗിക്കും, ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കും. ഫുഡിനെ ഗ്രൈൻഡ് ചെയ്യാനും ടിയർ ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെയാണ് ഇത് ഉപയോഗിക്കുക. ടീത്ത് ഹാവ് സ്പെഷ്യൽ ഷേപ്സ് ടു ഡു ദീസ് ജോബ്സ്. ടീത്തിന് സ്പെഷ്യൽ ഷേപ്സ് ഉണ്ട് ഈ ജോബ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ കട്ടിംഗ് ടീത്ത് ഓർ ഇൻസിസേഴ്സ് എന്ന് പറയുന്ന ടീത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്ന ടൈപ്പ് ഓഫ് ടീത്ത് ആണ്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ടീത്ത് ആണ് കട്ടിംഗ് ടീത്ത് അഥവാ ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ദ ഫ്രണ്ട് ടീത്ത് ഓർ കട്ടിംഗ് ടീത്ത്, നമ്മുടെ മുമ്പിലുള്ള ടീത്ത്സ് ആണ്. മുമ്പിലുള്ള ടീത്ത്സ് ആണ് എന്താ? കട്ടിംഗ് ടീത്ത് എന്ന് പറയുന്നത്. ദേ ആർ 8 in number. അവ 4 8 എണ്ണമാണ് കാണുന്നത്. 4 in upper jaw and 4 in lower jaw. അപ്പർ ജോയിൽ 4 എണ്ണവും ലോവർ ജോയിൽ 4 എണ്ണവും. ദേ ഹാവ് ഷാർപ്പ് എഡ്ജസ്. അവയ്ക്ക് ഷാർപ്പായ എഡ്ജ് ഉണ്ടാവും. വി യൂസ് ദീസ് ഫോർ ബൈറ്റ്, കടിക്കാനായിട്ട് നമ്മളതാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ടിയറിംഗ് ടീത്ത് ഓർ
കാനൈൻസ് അഥവാ ടിയറിംഗ് ടീത്ത് എന്ന് പറയുന്ന രണ്ടാമത്തെ കൈൻഡ് ഓഫ് ടീത്ത് നോക്കാം. നെക്സ്റ്റ് ടു ദ കട്ടിംഗ് ടീത്ത് ഓൺ either side is a pointer tooth used for tearing the food. നമ്മുടെ കട്ടിംഗ് ടീത്തിന് ഇരുവശങ്ങളിലായി കാണുന്ന പോയിന്റർ ടൂത്ത് ആണ് എന്ത് ടിയറിംഗ് നമ്മുടെ ഫുഡിനെ ടിയർ ചെയ്യുന്നത്. ഇവയാണ് കാനൈൻ എന്ന് പറയുന്നത്. വി ഹാവ് 4 canines. നമുക്ക് 4 canines ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ grinding teeth or premolars and molars. grinding teeth അഥവാ premolar and molar എന്ന് പറയുന്ന ടീത്തിനെ നോക്കാം. These teeth are at the back of our mouth. നമ്മുടെ മൗത്തിന്റെ ബാക്കിലാണ് ഈ ടീത്ത് ഉണ്ടാവുക. They are wider and flatter. അവ വൈഡാണ്, മാത്രമല്ല പരന്നാണ്, ഫ്ലാറ്റർ ആണ് ദാൻ അതർ ടീത്ത്. മറ്റു ടീത്തുകളെ അപേക്ഷിച്ചാണ് വൈഡറും ഫ്ലാറ്ററും ആണെന്ന് പറയുന്നത് കേട്ടോ. അല്ലാണ്ട് അതിൽ വല്ലാതെ അങ്ങനെയാണെന്നല്ല. മറ്റു ടീത്തുകളെ വെച്ച് നോക്കുമ്പോൾ ദിസ് ഇസ് വൈഡർ ആൻഡ് ഫ്ലാറ്റർ. They are used to crush and grind food. ക്രഷ് ചെയ്യാനും ഗ്രൈൻഡ് ചെയ്യാനുമാണ്. ഫുഡ് ഗ്രൈൻഡ് ചെയ്യാനും ക്രഷ് ചെയ്യാനുമായിട്ട് ഉപയോഗിക്കുന്നു. And adult has 8 premolar and 12 molar. ഒരു അഡൾട്ട് ആയ മനുഷ്യന് 8 പ്രീമോളാറും 12 മോളാറും ടൂത്ത് ഉണ്ടാവും. ഓക്കെ, ഈ സ്ട്രക്ചർ ഓഫ് എ ടൂത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ദ ക്രൗൺ ഈസ് ദ ടോപ്പ് പോർഷൻ ഓഫ് ദ ടൂത്ത്. ദ ക്രൗൺ എന്ന് പറയുന്നതാണ് ടോപ്പ് പോർഷൻ ഓഫ് ദ ടൂത്ത്. ദ റൂട്ട് ഈസ് ഇൻസൈഡ് ദ ഗംസ്. റൂട്ട് എന്ന് പറയുന്നത് ഗമ്മിനകത്തായിരിക്കും, മോണയ്ക്കകത്തായിരിക്കും അതിന്റെ വേരുകൾ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്. എന്താണ് ക്രൗൺ എന്ന് അവിടെ കാണാം. ഇനാമലും ഡെന്റൈനും ചേർന്നതിനെയാണ് എന്ത് പറയുന്നത് ക്രൗൺ എന്ന് പറയുന്നത്. ആൻഡ് പൾപ്പ്, ഗം എന്നിവ എവിടെയാണുള്ളത്? പൾപ്പും ഗമ്മും ഒക്കെ പൾപ്പിലും ഗമ്മിലുമായിട്ട് കാണുന്നുണ്ട്. എന്ത് റൂട്ട് കാണുന്നുണ്ട് അല്ലെ, പൾപ്പിനും ഗമ്മിനും ഇടയിലായിട്ട്. Okay, the hard white portion of the tooth that we can see is the enamel. നമുക്ക് കാണാൻ കഴിയുന്ന വെളുത്ത ഹാർഡ് ആയിട്ടുള്ള പോർഷൻ ആണ് എന്ത് ഇനാമൽ എന്ന് പറയുന്നത്. Then it is the hardest part of the human body. അതാണ് നമ്മുടെ ബോഡിയിലെ ഹാർഡസ്റ്റ് പാർട്ട്. And below the enamels is the dentine. Enamel താഴെയായിട്ടുള്ള ഭാഗമാണ് എന്ത് dentine, which is not as hard as the enamel. Dentine എന്ന് പറയുന്നത് എനാമലിന്റെ അത്ര ഹാർഡ് ആയിരിക്കില്ല, എനാമലിന്റെ അത്ര ഹാർഡ് ആയിരിക്കില്ല. Inside the dentine is the soft pulp. ഡെന്റൈനകത്ത് എന്തായിരിക്കും? സോഫ്റ്റ് ആയിട്ടുള്ള പൾപ്പ് ആയിരിക്കും. It has blood vessels that provide nutrients to the teeth. അതിനകത്ത് ഈ പൾപ്പിനകത്ത് എന്തുണ്ടാവും? ബ്ലഡ് വെസൽസ് ഉണ്ടാവും. അത് നമ്മുടെ പല്ലുകൾക്ക് ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ഇറ്റ് ഓൾസോ ഹാസ് നെർവസ്. അതിലും എന്തുണ്ട്? നെർവ്സ് ഉണ്ട്. ആൻഡ് ദെൻ നമ്മൾ ഈ പറഞ്ഞ ഇതുണ്ടല്ലോ റൂട്ട് എന്ന് പറയുന്ന സാധനം, ഗമ്മിനകത്ത് റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? ഇറ്റ് ഹോൾഡ്സ് ദ ടൂത്ത് ഫേംലി ഇൻ പ്ലേസ്. ഓക്കെ, നമ്മുടെ പല്ലുകളെ കറക്റ്റായിട്ട് ആ സ്ഥാനങ്ങളിൽ പിടിച്ചു നിർത്തുന്ന, നമ്മളൊരു ചെടിയെ വേരുറച്ച് നിർത്തുന്നത് എന്താ? വേരാണ് അല്ലെ, മണ്ണിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നത് വേരാണ്. അതുപോലെ നമ്മുടെ പല്ലുകളെ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നത് നമ്മുടെ പല്ലിന്റെ വേരുകളാണ്. ഓക്കെ, ഇത്രയുമാണ് എന്താണ് സ്ട്രക്ചർ ഓഫ് ടൂത്ത് പറയാനുള്ളത്. ഇനി ടൂത്ത് ഡീകേ നോക്കാം. എങ്ങനെയാണ് ടൂത്ത് ഡീകേ ഉണ്ടാവുന്നത്? വൈ ഡു ദ ടീത്ത് ഗെറ്റ് സ്പോയിൽഡ്? എങ്ങനെയാണ് ടൂത്ത് നശിച്ചു പോവുക? വൈ ഡു വി ഹാവ് ടൂത്ത് ഏക്ക്? എങ്ങനെയാണ് നമുക്ക് പല്ല് വേദന വരുന്നത്? മെനി സ്മോൾ ലിവിങ് തിങ്സ് കോൾഡ് ബാക്ടീരിയ ലിവ് ഇൻ ദ മൗത്ത്. നമ്മുടെ വായ്ക്കകത്ത് പലതരം ബാക്ടീരിയ, ചെറിയ ചെറിയ സൂക്ഷ്മജീവികളുണ്ട്. ഈ സൂക്ഷ്മാണുക്കളാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പല്ലിനെ ഡീക്കേയിങ് ആക്കുന്നത്. അപ്പോൾ അതിന്റെ പേരാണ് ചിലത് ബാക്ടീരിയാസ് എന്ന് പറയും. ബാക്ടീരിയ ഓൾസോ ആർ സോ സ്മോൾ ദാറ്റ് വി cannot see them. നമുക്ക് അവയെ കാണാൻ സാധിക്കില്ല, വളരെ ചെറുതാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. വിത്തൗട്ട് എ മൈക്രോസ്കോപ്പ്, നമുക്ക് വിത്തൗട്ട് എ മൈക്രോസ്കോപ്പേ കാണാൻ കഴിയാത്തുള്ളൂ. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്താലോ കാണാം. ഓക്കെ, ആഫ്റ്റർ വി ഈറ്റ് സം ഫുഡ് റിമൈൻസ് ഇൻ ദ മൗത്ത്. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വായ്ക്കകത്ത് എന്ത് അവശേഷിക്കും? കുറച്ച് ഫുഡ് പാർട്ടിക്കിൾസ് അവശേഷിക്കും. ഇഫ് ദ ടീത്ത് ആർ നോട്ട് ക്ലീൻഡ് എവറി ഡേ, ഫുഡ് കളക്ട്സ് ഓൺ ദ ടീത്ത് ഇൻ ബിറ്റ്വീൻ ദ ടീത്ത് ആൻഡ് ഗംസ്. ഓക്കെ, നമ്മൾ ഡെയിലി നമ്മുടെ പല്ല് ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ദ ടീത്ത് ആർ നോട്ട് ക്ലീൻഡ് എവറി ഡേ, ഫുഡ് കളക്ട്സ് ഓൺ ദ ടീത്ത്. നമ്മുടെ പല്ലിന് ഇടയിൽ എന്താവും? ഫുഡ് ഇങ്ങനെ കളക്ട് ചെയ്ത് കാണപ്പെടും. അവിടെ അങ്ങനെ കുടുങ്ങി കിടക്കും. അങ്ങനെ കുടുങ്ങി കിടക്കുമ്പോഴാണ് ഇത് കഴിക്കാനായിട്ട് ആര് വരുന്നത്? ബാക്ടീരിയാസ് വരുന്നത്. ഓക്കെ, ഗംസിന്റെയും ടീത്തിന്റെയും ഇടയിലൊക്കെ ഇത്
കുടുങ്ങി കിടക്കാൻ ചാൻസ് ഉണ്ട്. ദ ഫുഡ് ദാറ്റ് കളക്ട് അറൌണ്ട് ദ ടീത്ത് ഹാസ് സം ഷുഗർ ഇൻ ഇറ്റ്. അതിൽ എന്തുണ്ടാവും? ഷുഗർ കണ്ടന്റ് ഉണ്ട്. ഈ ഫുഡിൽ ഷുഗർ കണ്ടന്റ് ഉണ്ട്. ദ ബാക്ടീരിയ പ്രസന്റ് ഇൻ ദ മൗത്ത് ഈറ്റ് ദിസ് ഷുഗർ ആൻഡ് മേക്ക് ആൻ ആസിഡ്. അവിടെ നിന്ന് ഇതെന്ത് ചെയ്യും? ആ ഷുഗറിനെ, ആ ഫുഡിലുള്ള ഷുഗർ കണ്ടന്റിനെ ഈറ്റ് ചെയ്യുകയും അവിടെ ഒരു ആസിഡ് ഉണ്ടാക്കുകയും ചെയ്യും. ആരുടെ? ബാക്ടീരിയസ് ഉണ്ടാക്കും. ദിസ് ആസിഡ് സ്ലോലി മേക്സ് ഹോൾസ് ഓർ കാവിറ്റീസ് ഇൻ ദ ടീത്ത്. പതിയെ അത് എന്താക്കും? ഈ ആസിഡ്സ് ആണ് നമ്മുടെ പല്ലിൽ എന്തുണ്ടാക്കുന്നത്? ഹോൾസ് ഉണ്ടാക്കുന്നത്, കാവിറ്റീസ് ഉണ്ടാക്കുന്നത്. പല്ലില് ഓട്ടയും ക്യാവിറ്റിയും ആര് കാരണമാണ്? ഈ ബാക്ടീരിയ ഉണ്ടാക്കിയ പ്രൊഡ്യൂസ് ചെയ്ത ആസിഡ് എന്നാണ്. ആസിഡ് എങ്ങനെ ഉണ്ടായത്? അടുത്ത് ഷുഗർ കഴിക്കാൻ വന്നപ്പോൾ. ഷുഗർ എവിടെ ഉള്ളത്? നമ്മുടെ പല്ല് നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാതെ ഭക്ഷണം അവിടെ കുടുങ്ങി കിടക്കുന്നത് കൊണ്ട് അത് കഴിക്കുമ്പോഴാണ് ഷുഗർ എടുക്കുന്നത്. When the cavities become bigger, the tooth decay reach the pulp and we get ടൂത്ത് ഏക്ക്. എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന ക്യാവിറ്റി ബിഗാവും, വലുതാവും. ക്യാവിറ്റി വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുകയാണ്? നമ്മുടെ പല്ലിന് ഈ കേട് സംഭവിക്കും. അപ്പോൾ അത് എവിടെ റീച്ച് ചെയ്യും? പൾപ്പിലോട്ട് റീച്ച് ചെയ്യും. നമുക്ക് എന്ത് ചെയ്യും? ടൂത്ത് ഏക്ക്, നമുക്ക് നല്ല പല്ലുവേദന വരും. ഓക്കെ, കെയർ ഓഫ് ടീത്ത്. എങ്ങനെ ഇനി കെയർ ചെയ്യാം? ഇപ്പൊ ഇത്രയും നമ്മൾ ദോഷത്തെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ കെയർ ചെയ്യാം? ബ്രഷ് യുവർ ടീത്ത് ലൈക്ക് ദസ്. നമ്മുടെ താഴെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതായത് മുകൾ ഭാഗം ക്ലീൻ ചെയ്യുക, പല്ലിന്റെ അടിഭാഗം ക്ലീൻ ചെയ്യുക, അത് കഴിഞ്ഞാൽ താഴത്തെ വരി ക്ലീൻ ചെയ്യുക. ഈ ഭാഗം ക്ലീൻ ചെയ്യണം, അതിനുശേഷം അതിന്റെ ഉള്ളിലത്തെ ഭാഗം ക്ലീൻ ചെയ്യണം. അതിനുശേഷം എന്ത് ചെയ്യണം? പല്ലിന്റെ ആ മുകൾ ഭാഗം ഉണ്ടല്ലോ, ഇവിടെയൊക്കെ എത്തുമ്പോൾ പല്ലെങ്ങനെയാണ്? ഫ്ലാറ്റ് ആണെന്ന് പറഞ്ഞു. ആ ഫ്ലാറ്റ് ആയ ഭാഗവും എന്ത് ചെയ്യണം? ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? ഉൾഭാഗം നന്നായിട്ട് ഇവിടെ നിന്ന് ഇതുവരെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അവസാനം നാവും കൂടെ എന്ത് ചെയ്യുക? ക്ലീൻ ചെയ്ത് കൊടുക്കുക. നാവിനും ഫുഡിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടാവും. നമ്മൾ ഡെയിലി ടങ് ക്ലീനർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? റബ്ബ് ചെയ്ത് കളയുക. റബ്ബ് ചെയ്ത് കളയുമ്പോൾ അവിടെയുള്ള ഫുഡ് പാർട്ടിക്കിൾസ് ഒക്കെ പോകും. എന്നിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? കുൽക്കുഴിയുക. ഓക്കെ, വാട്ടർ ഉപയോഗിച്ച് കുൽക്കുഴിഞ്ഞ് തുപ്പിക്കളയുമ്പോൾ ഓൾമോസ്റ്റ് ക്ലീൻ ആവും. അങ്ങനെയെങ്കിലും ചെയ്യണം എല്ലാവരും. ഓക്കെ, in order to keep our teeth healthy and free from decay, we have to observe certain rules. നമ്മുടെ പല്ലിന് എപ്പോഴും ഹെൽത്ത് ആയിരിക്കും, നമ്മുടെ ആരോഗ്യമുള്ള പല്ലുകളായിരിക്കണമെങ്കിൽ നമുക്ക് താഴെയുള്ള കുറച്ച് റൂൾസ് നോക്കാം. അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പല്ലിന് കേട് സംഭവിക്കില്ല, അതിന് നല്ല ബലവും ഉണ്ടാവും. ഹാവ് എ വെൽ ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് ഡ്രിങ്ക് പ്ലാന്റി ഓഫ് മിൽക്ക്. ധാരാളം പാല് കുടിക്കുക, വെൽ ബാലൻസ്ഡ് ആയ ഡയറ്റ് കീപ്പ് ചെയ്യുക. അതായത് ഭക്ഷണം ബാലൻസ്ഡ് ആയിട്ട്, ഒരുപാട് ഫാറ്റി ഫുഡ്സ് കഴിക്കാതിരിക്കുക, ഒരുപാട് സ്വീറ്റ് കഴിക്കാതിരിക്കുക, ഒരുപാട് ഹോട്ട് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാതിരിക്കുക. അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് എന്താണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം അത്രയും മാത്രം കഴിക്കുന്ന ശീലം കൊണ്ടുപോകുക. മിൽക്ക് ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് സ്ട്രോങ് ടീത്ത്. പാല് നമ്മുടെ ഈ ടീത്തിനെ സ്ട്രോങ് ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. വി ഷുഡ് ഓൾസോ ഈറ്റ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഷുഗർ കെയിൻ വിച്ച് വിൽ എക്സസൈസ് അവർ ടീത്ത്. നമ്മുടെ ടീത്തിനെയും ടീത്തിന്റെ ഗംസിനെയും ഒക്കെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്ന ഒരു ഐറ്റമാണ് ഷുഗർ കെയിൻ പോലുള്ള ഫുഡ് ഐറ്റംസ്. അവ എന്താണ്? കൂടുതൽ ചവയ്ക്കുന്ന ഭക്ഷണങ്ങളാണ്. കൂടുതൽ ചവയ്ക്കേണ്ട ഭക്ഷണങ്ങൾ നമ്മുടെ പല്ലിനും ഗംസിനും വളരെയധികം എക്സസൈസ് നൽകുന്നു, വ്യായാമം നൽകുന്നു. അപ്പൊ അത് നമ്മുടെ ടീത്തിനെ എപ്പോഴും എന്താക്കും? സ്ട്രോങ് ആയി നിലനിർത്തും. നമ്മുടെ ബോഡിക്ക് മാത്രമല്ല, പല്ലിനും മറ്റു അവയവങ്ങൾക്കും ഒക്കെ എന്താവശ്യമാണ്? എക്സസൈസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് കരിമ്പ് പോലുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണം എന്ന് പറയുന്നത്. നല്ലോണം ചവയ്ക്കുന്ന ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. ടീത്ത്, ഗംസ് ആൻഡ് മസിൽസ് ഓഫ് ദ ഫുഡ് കാനൽ. നമ്മുടെ ഫുഡ് കാനലിന്റെ മസിൽസിനും ഗംസിനും ടീത്തിനും ഒക്കെ ഈ പറയുന്ന ചവച്ചരയ്ക്കുന്ന ഭക്ഷണങ്ങൾ, ഒരുപാട് നേരം ചവയ്ക്കേണ്ട ഭക്ഷണങ്ങൾ എക്സസൈസ് നൽകും. ഡു നോട്ട് ഈറ്റ് ടു മെനി സ്വീറ്റ്സ്. ഒരുപാട് സ്വീറ്റ്സ് കഴിക്കാതിരിക്കുക. ദേ കോസ് ടീത്ത് ടു ഡീകേ ഈസിലി. നമ്മുടെ പല്ലിനെ വേഗം ഡീക്കേയിങ് ആക്കാൻ അത് കാരണമാവും. വി ഷുഡ് ച്യൂ അവർ ഫുഡ് വെൽ. നമ്മുടെ ഭക്ഷണം നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണം. ബ്രഷ് ദ ടീത്ത് ഇൻ ദ മോർണിംഗ് ആൻഡ് ബിഫോർ ഗോയിങ് ടു ബെഡ് അറ്റ് നൈറ്റ്. രാവിലെയും രാത്രിയും, അതായത് കിടക്കാൻ പോകുന്നതിന് മുമ്പും ഉറങ്ങി എണീറ്റ ശേഷം എന്ത് ചെയ്യണം? പല്ല് ക്ലീൻ ചെയ്യണം. വി ഷുഡ് വാഷ് യുവർ മൗത്ത് വെൽ ആഫ്റ്റർ ഈച്ച് മീൽ. നമ്മുടെ ഓരോ ഭക്ഷണത്തിന് ശേഷം, നമ്മൾ എന്തൊക്കെ കഴിക്കുന്നുവോ കഴിച്ച ശേഷം എന്ത് ചെയ്യണം? നമ്മുടെ മൗത്ത് വാഷ് ചെയ്യണം. വി ഷുഡ് ഗെറ്റ് അവർ ടീത്ത് ക്ലീൻഡ് ബൈ എ ഡെന്റിസ്റ്റ് വൺസ് ഇൻ 6 months. 6 മാസത്തിൽ ഒരിക്കൽ നമ്മുടെ മൗത്തിലെ എന്ത് ചെയ്യുക? മൗത്ത് ക്ലീൻ ചെയ്യണം. പല്ലിനെ ക്ലീൻ ചെയ്യണം. ഓക്കെ, 6 മാസത്തിൽ ഒരു തവണ പല്ല് ക്ലീൻ ചെയ്യുക. വി ഷുഡ് ഓൾസോ ഈറ്റ് ഫുഡ് ഐറ്റംസ് സച്ച് ആസ് ദ വൺ ഷോൺ ടു മേക്ക് ദ ടീത്ത് ഹെൽത്തി. നമ്മുടെ പല്ലിനെ ഹെൽത്തി ആക്കാൻ കഴിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുക. അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ അവിടെ പിക്ചറൈസ്ഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഫിഷ് തന്നിട്ടുണ്ട്, എഗ് തന്നിട്ടുണ്ട്, ബട്ടർ തന്നിട്ടുണ്ട്. അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ കഴിക്കണം. ക്യാരറ്റ്, മാംഗോ, ആപ്പിൾ പോലുള്ള ഫ്രൂട്ട്സ് അതൊക്കെ കഴിക്കണം. ഓക്കെ, വി ഷുഡ് ഓൾസോ ഈറ്റ് ഫുഡ് ഐറ്റംസ് സച്ച് ആസ് ദ വൺസ് ഷോൺ ടു മേക്ക് ദ ടീത്ത് ഹെൽത്തി. ദെൻ these are some food items which give exercise to the teeth. ക്യാരറ്റ്, മാംഗോ, ആപ്പിൾ ഇവയൊക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ പല്ല് സ്ട്രോങ് ആയിരിക്കും. ഇതൊക്കെ എക്സസൈസ് നൽകുന്ന ഒന്നാണ്. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ സെക്കൻഡ്
ചാപ്റ്റർ, ഈ ടേമിലെ സെക്കൻഡ് ചാപ്റ്റർ. ഓക്കെ, ടേം എക്സാമിനുള്ള സെക്കൻഡ് ചാപ്റ്ററും തീർന്നു. പഠിക്കുക.